അങ്കമാലി ഉപജില്ലയിലെ കായികമേളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലുടനീളം പല ഉപജില്ലകളിലും ഇപ്പോൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലെക്സിൽ കൊടുത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഏകദേശം 100 ചില്ലാനും സ്കൂളുകളുള്ള ഈ അങ്കമാലി ഉപജില്ലയിൽ തന്നെ ആകെ 12 കായികാധ്യാപകരാണ് ഞങ്ങൾ നിലവിലുള്ളത്. ഏകദേശം 2500 കുട്ടികളോളം മത്സരിക്കുന്ന അങ്കമാലി ഉപജില്ല അത്ലറ്റിക് മീറ്റിൽ ഈ 12 പേരെ കൊണ്ട് 3 ദിവസം കൊണ്ട് എങ്ങനെ ഈ മത്സരങ്ങൾ നടത്തി തീർക്കാൻ സാധിക്കും? ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യേറ്റിംഗ് രീതിയിൽ കൂടെ ഇത് നടത്തി തീർക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ആദ്യമേ തന്നെ ഇതിന്റെ അധികാരികളെ അറിയിച്ചിരുന്നു. ഇതിന്റെ കൃത്യമായ വിധി നിർണയം നമുക്ക് സാധിക്കില്ല എന്നുള്ള അഭിപ്രായത്തിൽ നമ്മളിത് മുന്നേ പറഞ്ഞിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് കിട്ടിയ റിപ്ലൈ അല്ലെങ്കിൽ അധികാരികൾ നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത് കൃത്യമായുള്ള വിധി നിർണയത്തെക്കാൾ ഉപരി അടുത്ത തലത്തിലേക്ക് കുട്ടികളെ അയക്കുക, അത് മാത്രമാണ് ഈ മേളയുടെ ഒരു ലക്ഷ്യം. അതായത് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളെ സബ് ജില്ലയിൽ മത്സരിപ്പിച്ച് അങ്ങോട്ട് അയക്കുക, അതും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നടത്തുക. ഇതാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഇതിന് കായികാധ്യാപകരായിട്ടുള്ള ഞങ്ങളാരും കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നിസ്സഹകരണ സമരം. കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളുടെ കായിക അധ്യാപകരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് 5, 6, 7 ക്ലാസ്സുകളിൽ, അതായത് UP സെക്ഷനിൽ 500 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ഉള്ളത്. ആ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിൽ തന്നെ ഏകദേശം 16 ഓപ്ഷനിൽ നിന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ കായിക അധ്യാപകൻ. ഹൈസ്കൂളിലാണെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലൂടെ ഒരാഴ്ചയിൽ 5 പീരീഡുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കായിക അധ്യാപക പോസ്റ്റ് നിലവിൽ സർക്കാർ അംഗീകരിക്കപ്പെടുകയുള്ളൂ. നിലവിൽ 2013 ശേഷം നമുക്ക് കൃത്യമായ കായിക വിദ്യാഭ്യാസ സിലബസും അതിനുവേണ്ട എക്സാംസും കൃത്യമായ പ്രാക്ടിക്കൽ എക്സാമും ഇതെല്ലാം സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ എല്ലാം വിധിയിരുത്തലുകൾ എവിടെ വരെ എത്തുന്നു എന്നുള്ളതും ഞങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം 5, 6, 7 ക്ലാസ്സുകളിലെ 500 കുട്ടികളുടെ എക്സാം വാല്യുവേഷൻ ഒരു കായിക അധ്യാപകനെ കൊണ്ട് എങ്ങനെ സാധിക്കും? അവരുടെ പ്രാക്ടിക്കൽ വിലയിരുത്തലുകളും അവരുടെ തിയറി പേപ്പർ വിലയിരുത്തലുകളും അതിനോടൊപ്പം കായികമേളയ്ക്കും മറ്റു മത്സരങ്ങൾക്ക് സജ്ജരാക്കലും ഇതെല്ലാം കൂടെ 500 കുട്ടികൾക്ക് വെച്ച് ഒരു അധ്യാപകനെ കൊണ്ട് എങ്ങനെ സാധിക്കും? ഇതിനുള്ള വ്യക്തമായ കണക്കാണ് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാവുന്നത്. 100 ചില്ലാനും സ്കൂളുകളുള്ള അങ്കമാലി ഉപജില്ലയിൽ ആകെ നിലവിലുള്ളത് 12 കായിക അധ്യാപകരാണ്. മറ്റുള്ള മേളകൾക്കെല്ലാം ഒരുപാട് സഹകരണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ കായികമേളയ്ക്ക് മാത്രം ഏറ്റവും ബുദ്ധിമുട്ടുന്ന, ഏറ്റവും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായ ഒരു മേള നടത്താൻ പോലും നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ മേലധികാരികളോ ശ്രമിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ നിസ്സഹകരണം കൂടെ കാണുന്നത്. ഇതില് സർക്കാർ നമുക്കിപ്പോ നമ്മളെല്ലാം കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരക്ഷണ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. 2015 ശേഷം 2015 മുന്നേ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള കായിക അധ്യാപകരെ 300 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു സംരക്ഷണ ഉത്തരവാണ് കേരളത്തിൽ നമ്മളുടെ ഈ പ്രതിഷേധത്തെ പ്രതി സർക്കാർ നിലവിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവ് പ്രതി നമ്മളുടെ അറിവനുസരിച്ച് 1, 2 കായിക അധ്യാപകർ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഒരു വർഷത്തിൽ. അടുത്ത വർഷം ചിലപ്പോൾ ഈ വർഷം പറയുന്ന നിയമങ്ങളും നിയമസാധ്യതകളും ആയിരിക്കത്തില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള 498 എന്നുള്ള ഒരു സംഖ്യയിൽ UP സെക്ഷനിലുള്ള കുട്ടികളുടെ എണ്ണം വന്നതുകൊണ്ട് മൂലം ആ അധ്യാപകന്റെ പോസ്റ്റ് ആ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെടുകയും കഴിഞ്ഞ 6 വർഷമായിട്ട് ശമ്പളം പോലും ഇല്ലാതെ അതേ സ്കൂളിൽ അദ്ദേഹം വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാമുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കായിക അധ്യാപകർ ഇപ്പൊ ഈ ഒരു നിസ്സഹകരണം എന്നുള്ളൊരു സമരമുറയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മത്സരാർത്ഥികളുടെ നമ്പറുകൾ താഴെ നമ്മള് സർക്കാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതും ഞങ്ങൾക്ക് ശമ്പളം തരുന്നതും ഞങ്ങളുടെ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കായിക പരിശീലനത്തിന് വേണ്ടിയും ആയിരിക്കെ തന്നെ നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ മേളകൾ നടത്താൻ നമ്മൾക്ക് എന്ത് ബാധ്യതയാണ് ഉള്ളത്? ഇതിനൊക്കെയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധത്തിൽ കൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ കൃത്യമായ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാത്തതും കുട്ടികളെ കൃത്യമായ പരിശീലനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതും ഇത്തരത്തിലുള്ള നിർബന്ധിത
ഉത്തരവുകൾ വഴി, നിർബന്ധിത ഡ്യൂട്ടികൾ നൽകുന്നത് വഴി ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിലും മറ്റുമുള്ള പോലെ സംഘാടന മികവ് ഈ കായികമേളയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ 2000-2500 കുട്ടികൾ വരുന്ന ഈ കായികമേള ഞങ്ങൾ 12 ആളെ കൊണ്ട് നടത്തി തീർക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. 41 ഇവന്റുകളിൽ ഏകദേശം 6 കാറ്റഗറികളായി ഒരു 3 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് നമ്മൾ ഏകദേശം 2 ആഴ്ച കൊണ്ട് ഇവിടെ നടത്തി തീർക്കേണ്ടി വന്നത്. നമ്മളുടെ പല കുട്ടികളും ഇഞ്ചുറി ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സാരമായ പരിക്കുകൾ പറ്റി വീട്ടിൽ റെസ്റ്റിലുണ്ട്. ഒരുപാട് കുട്ടികളിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരായി നമ്മൾ മുദ്ര കുത്താതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ നിസ്സഹകരണ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളൊരു മേൽനടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും ഇതിൽ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പാരൻസോ വിദ്യാർത്ഥികളോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടപ്പിലാക്കേണ്ടി വന്നത്. എന്തെങ്കിലും പറയണ്ടോ? 8, 9, 10 ക്ലാസ്സുകളിലെ കായിക വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകം കുട്ടികൾ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അതിന്റെ എക്സാമിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ അതിന്റെ മാർക്കോ പ്രോഗ്രസ് കാർഡിൽ വരികയോ SLC ബുക്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യാത്തിടത്തോളം കാലം അതിന് കാരണവും നമുക്കിതിൽ വ്യക്തമാണ്. ഈ 12 അധ്യാപകരുള്ള സ്കൂളുകളിൽ മാത്രമല്ല ഈ പറയുന്ന പബ്ലിക് എക്സാമുകളെല്ലാം സർക്കാർ നടത്തുന്നത്. അപ്പോൾ ഈ എക്സാം നമുക്ക് SLCയിലോട്ട് വാല്യൂ ചെയ്യണമെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഇവരെ നിർബന്ധമായിട്ടും കായിക അധ്യാപകരെ നിയമിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പറയുന്ന 48 രൂപ 50 രൂപ കൊടുത്ത് വാങ്ങുന്ന പുസ്തകങ്ങളുടെ പരീക്ഷകൾ അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ ഈ പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നത്, അത് എന്തിനാണ് സർക്കാർ പൈസ കൊടുത്ത് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് നിർത്തിയിരിക്കുന്നത്? ഇതിനെല്ലാം ഉള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിലോട്ട് വെക്കുന്നത്. അധികാരികളുടെ കണ്ണു തുറക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇൻസ്റ്റാണ് ഞാൻ കുറ്റിപ്പുഴ ക്രൈസ്റ്റ് ഹൈസ്കൂളിലെ കായിക അധ്യാപകനായിട്ട് സർവീസ് കയറിയിട്ട് 4 വർഷത്തോളമായി. ഇത് 4ാമത്തെ മീറ്റാണ് ഞാൻ പങ്കെടുക്കുന്നത്. 4ാമത്തെ മീറ്റാണ്. അപ്പം എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന സീനിയർ അധ്യാപകരിൽ പലരും ഈ വർഷം റിട്ടയർ ആവുന്ന ടീച്ചറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത ടീച്ചറുണ്ട്. കായിക കേരളത്തിൽ അത്ലറ്റിക്സിലേക്ക് കൂടുതൽ കുട്ടികളെ പ്രൊവൈഡ് ചെയ്യുന്ന അധ്യാപകരുണ്ട്. ഒത്തിരി പേരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ഒക്കെ കളിച്ചു നടന്ന സമയത്ത് നമ്മുടെ കായിക കേരളം ഏത് സീനിയർ ജൂനിയർ ഏത് ലെവലിൽ അത്ലറ്റിക്സ് ആയിക്കോട്ടെ ഏത് മീറ്റിന് പോയാലും 1ാം സ്ഥാനം എത്തിയിരുന്ന കേരളം ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് 8ലോ 10ലോ 16ലോ ഒക്കെ ആയിട്ട് അവസാനിക്കുന്നതിന് പിന്നിൽ ഉള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മളിവിടെ കാണിക്കുന്ന പ്രതിഷേധത്തിൽ. ഞങ്ങൾ ഈ കൈ പിടിച്ചിരിക്കുന്ന ഫ്ലെക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് ഒളിമ്പ്യൻസും ഒരുപാട് പേരും നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും എല്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ ഇന്ന് നാഷണൽ ലെവലിലേക്കോ ഒളിമ്പിക്സിലേക്കോ കേരളത്തിൽ നിന്ന് അത്ലറ്റ്സ് പോയിട്ട് ഒട്ടുമിക്ക ഗെയിമുകളിൽ നമ്മൾ പിന്നോക്കം പോകുന്നതിന് പിന്നിലുള്ള കാരണം ഈ തുടക്കം എന്ന് പറയുന്നത് സ്കൂൾ കായികമേളയാണ്. സബ് ജില്ലാ തലങ്ങളിൽ നിന്നും ജില്ലാ തലങ്ങളിൽ നിന്നൊക്കെ മത്സരിച്ചിരുന്ന അത്ലറ്റ്സിനെ കണ്ടെത്തിയാണ് നമ്മൾ നാഷണൽ ലെവലിലേക്കും അല്ലെങ്കിൽ സീനിയർ ലെവലിലേക്കൊക്കെ കായിക മത്സരാർത്ഥികളായിട്ട് ചെല്ലുന്നത്. പക്ഷെ അവരെ കണ്ടെത്തേണ്ട കായികാധ്യാപകരുടെ എണ്ണം ഇന്ന് വളരെ ശുഷ്കമാണ്. നിലവിലുള്ള KER തസ്തിക അനുസരിച്ച് 499 കുട്ടികളുണ്ടെങ്കിൽ UP ലെവലിൽ ഒരു അധ്യാപകനും 5 പീരീഡ് എടുക്കാൻ മാതിരി ഹൈസ്കൂളിൽ ഒരു ടീച്ചറുമാണ് ഞങ്ങളുടെ നിലവിലുള്ള കായിക ശേഷി എന്ന് പറയുന്നത്, കായിക അധ്യാപക ശേഷി. അത് അന്യം നിന്ന് പോകുന്ന ഈ കേരള സംസ്ഥാനത്ത് എങ്ങനെയാണ് പുതിയൊരു തലമുറ മുന്നോട്ട് വരുന്നത്? കായിക കേരളം തകർച്ചയിലാണെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിനുള്ളിൽ മീറ്റിങ്ങുകളും മറ്റും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോ 2 കോടിയും 1 കോടി രൂപ സ്പോൺസർഷിപ്പ് കണ്ടെത്തിക്കൊണ്ട് മെസ്സിയെയും മറ്റും എല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കളിക്കാനുള്ള കളിക്കളങ്ങളോ കുട്ടികൾക്കുള്ള അവസരങ്ങളോ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതിന് അങ്കമാലി ഉപജില്ലയിലെ 12ഓളം വരുന്ന ആലോചിക്കണം 109 120ഓളം സ്കൂളുകളുള്ള അങ്കമാലി ഉപജില്ലയിൽ ഞങ്ങൾ ആകെ വിരലിൽ എണ്ണി തീർക്കാവുന്ന അധ്യാപകരേ ഉള്ളൂ. ഈ പറയുന്ന 12 പേരെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ ഈ അങ്കമാലി സബ് ജില്ലാ കായികമേള നടക്കുന്ന ഈ മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളാലാകുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. കായിക കേരളം ഇതിലേക്ക് ഉറ്റുനോക്കേണ്ട സമയം പണ്ടേക്കും പണ്ട് അതിക്രമിച്ചു കഴിഞ്ഞു. ഞങ്ങളാലാകുന്നത് ഇത് കൊല്ലങ്ങളായിട്ടുള്ള മറ്റേ കരച്ചിലാണ് ഞങ്ങളുടെ. പക്ഷെ ഇതെങ്ങും എത്തുന്നില്ല. ഇന്നും മിഞ്ഞാന്നും ഇന്നലെ എല്ലായിട്ട് പത്രങ്ങളിലെല്ലാം മെസ്സി വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, എല്ലാം വരുന്നവരുണ്ട്.
ഓക്കെ, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നതിന് പരീക്ഷയുണ്ട്. ഇത് നടത്തി തീർക്കാനും അല്ലെങ്കിൽ ഇത് എഴുതി തീർക്കാനും ഇവരെ പഠിപ്പിക്കുന്നതിനും അവരുടെ റിസൾട്ട് പബ്ലിഷ് ആക്കിയിട്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുക്കാനുള്ള അധ്യാപകരില്ല നിലവിൽ. ഈ അധ്യാപകരുടെ എണ്ണം എങ്ങനെയെങ്കിലും ഇത് കൂട്ടിത്തരിക എന്നുള്ളതാണ്. ഈ പരിഷ്കരണം കൂടാതെ ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ പ്രതിഷേധം മാത്രമാണ്. അങ്കമാലി ഉപജില്ലയിലെ കായികാധ്യാപകർ ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഒരു ചെറിയ പ്രതിഷേധം മാത്രമാണ് ഇത്. 1987 ഒരു സാഞ്ചോല് പോയി. ആ